ക്രൈസ്തവ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് നമുക്ക് കേരളത്തിലില്ല. എത്രയോ ക്രൈസ്തവ നേതാക്കൾ കേരളത്തിൽ വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഉമ്മൻചാണ്ടി സ്പെഷ്യൽ സ്കൂളുകൾ 133 സ്പെഷ്യൽ സ്കൂളുകൾ പഠനം നടത്തി പരിശോധിച്ച് അദ്ദേഹം ഈ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരുടെ സ്പെഷ്യൽ സ്കൂളുകൾ എയ്ഡഡ് ആയിട്ട് പ്രഖ്യാപിച്ചു. അതിൽ ഒപ്പിടേണ്ടിയിരുന്ന മന്ത്രിമാർ, അതിൽ ചിലര് ക്രൈസ്തവ മന്ത്രിമാരുണ്ട്, ചിലര് മറ്റ് മതധാരയിലുള്ള മന്ത്രിമാരുണ്ട്. ഞാൻ മതം പറയുകയല്ല, അവരിൽ പലരും അതിൽ ഒപ്പിടാൻ മടിച്ചു. കാരണം അത് അവരുടെ രാഷ്ട്രീയ ഭാവിയെ നിഷേധാത്മകമായി ബാധിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. ഈ സ്പെഷ്യൽ സ്കൂളുകൾ കൂടുതൽ നടത്തുന്നത് ഒരു പ്രത്യേക മതവിഭാഗമായതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം നൽകിയാൽ അത് എന്റെ രാഷ്ട്രീയ ഭാവി, എന്റെ പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളുണ്ട്. അവരെയൊക്കെ ഉമ്മൻചാണ്ടി സാറൊക്കെ അയ്യേ കാലെ പിടിച്ചാണ് ഈ മക്കൾക്ക് വേണ്ടി നമുക്കിത് ചെയ്യാം, ഈ സ്പെഷ്യൽ സ്കൂളുകൾ എയ്ഡഡ് ആക്കുവാൻ പരിശ്രമിച്ചത്.